നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഓണക്കാല ഗതാഗത പരിഷ്കരണം കടലാസിലൊതുങ്ങി. വടക്കാഞ്ചേരിയിൽ കടുത്ത യാത്രാ ദുരിതം. ഓണത്തിരക്ക് മുന്നിൽ കണ്ട് നഗരസഭ പ്രഖ്യാപിച്ച താൽക്കാലിക ഗതാഗത പരിഷ്കരണങ്ങൾ പൂർണ്ണമായി പാളിയതോടെ വടക്കാഞ്ചേരി, ഓട്ടുപാറ, അത്താണി മേഖലകളിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക്. ഓഗസ്റ്റ് 15 മുതൽ 31 വരെ നടപ്പിലാക്കാൻ തീരുമാനിച്ച നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്തതാണ് നഗരത്തെ സ്തംഭനാവസ്ഥയിലാക്കിയത്. ഓണം പ്രമാണിച്ച് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ്ക്ക് യാതൊരു മാനദണ്ഡവുമില്ലാതെ അമിത വില ഈടാക്കുന്നതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മുള്ളൂർക്കര, വാഴക്കോട് ഭാഗങ്ങളിലെ കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകി. സപ്ലൈ ഓഫീസർ ശുഭ കെ, അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ വിനോഷ് KV, റേഷനിംഗ് ഇൻസ്പെക്ടർ ജാക്സൺ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ പരിശോധന. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. അതേസമയം പ്രതിഷേധക്കാർ ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐ 16ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് തൃശൂർ നഗരം ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള 600 പ്രതിനിധികളും ലക്ഷദ്വീപിൽ നിന്നുള്ള 20 സൗഹൃദ പ്രതിനിധികളും ഉൾപ്പെടെ ആകെ 620 പേർ പങ്കാളികളാകും.